നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. പേരുകൊണ്ട് പ്രശസ്തനായ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വത്തോടൊപ്പമാണ് നമ്മളുള്ളത്. BA ആളൂർ. ഏറ്റെടുത്ത കേസുകൾ അത് വാദിഭാഗമായാലും പ്രതിഭാഗമായാലും വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ജനകീയമായ ഒരു പ്രശ്നത്തിൽ സാർ വളരെ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. നിലവിൽ MLA മാർ, രാജ്യസഭാ അംഗങ്ങൾ അവരുടെ കാലാവധി തീരും മുന്നേ ഈ ലോക്സഭാ ഇലക്ഷന് മത്സരിക്കുന്നതിൻ്റെ ധാർമ്മികതയെ സാർ നീതിപരമായി ചോദ്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതിയുടെ വിധി ഇലക്ട്രൽ ബോണ്ടുകളൊക്കെ തിരിച്ചു കൊടുക്കണമെന്നുള്ള നിലയിലെത്തുകയാണ്. എന്നും ഈ കോടതികൾ തന്നെയാണ് നമ്മുടെ അവസാന ആശ്രയം. സാർ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടി കൃത്യമായി സാർ എവിടെ നിന്നാണ് തുടങ്ങിയത്, അതെവിടെ എത്തി നിൽക്കുന്നു എന്ന് മലയാളിക്കും മറ്റുള്ളവർക്കും അറിയാൻ ഏറെ ആകാംക്ഷയുണ്ട്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ അഡ്വക്കേറ്റ് ആളൂർ ഇടപെടുന്നു. എന്നെ ഒരു ക്രിമിനൽ ലോയർ എന്നുള്ള നിലയിലാണ് എല്ലാവരും അറിയുന്നത്. പക്ഷേ ഞാനൊരു അഭിഭാഷകൻ, ഒരു ലോയർ എന്ന നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രശ്നം ഒരു പൊതു താൽപ്പര്യ ഹർജിയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊണ്ടുവരിക, അത് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ഏറ്റവും പരമപ്രധാനമായ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തി MLA ആയി തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്കൊരു കാലാവധി തീരുമാനിക്കുന്നു. അത് 5 വർഷമാണ്. കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിലും പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ 5 വർഷ കാലാവധിയിൽ MLA മാരാകുന്നു, MLA ഒരു പക്ഷേ മന്ത്രിമാരാകുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു സ്പീക്കറുടെ കീഴിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ അവർ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്, ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു MLA, ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രി എന്തിനാണ് ഇനിയും ഒരു ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ കീഴിൽ വന്നുകൊണ്ട് മറ്റൊരു അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനമുള്ള MP സ്ഥാനത്തേക്ക് പോകേണ്ടത്. ഒന്ന് അത്. 2, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യസഭാംഗമാകുക എന്നുള്ളത് 6 വർഷത്തേക്കാണ്. ഇവിടെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളുടെ പല വ്യക്തികളും മെമ്പർ ഓഫ് പാർലമെന്റായി നിന്നുകൊണ്ട് 6 വർഷത്തേക്ക് അത് നിലനിൽക്കുക, അല്ലെങ്കിൽ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ നിലനിൽക്കുമ്പോൾ തന്നെ ആ സ്ഥാനവും അവിടെ വെച്ചുകൊണ്ട് വീണ്ടും ഒരു മെമ്പർ ഓഫ് പാർലമെന്റിനെ ലോകസഭ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഈ 2 രാഷ്ട്രീയ പാർട്ടികളോടും അല്ലെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളോടും, കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും അല്ലെങ്കിൽ BJP ആയാലും 3 പാർട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് നേതാക്കൾ ഇല്ലാതെ പോയോ? ഒരു വ്യക്തി MLA ആകുമ്പോൾ ആ MLA ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂടുതൽ ഔചിത്യത്തോടു കൂടി വന്ന് അവർ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു. അവർ മന്ത്രിമാരാകുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അത് അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഇലക്ഷനെ നേരിടുന്നു. ഒരു രാജ്യസഭാ അംഗത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പക്ഷേ രാജ്യസഭയിലേക്ക് പോകാം, അതിന് സമയമെടുക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ലോക്സഭ നേരിടണമെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന രാജ്യസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ട്, അവിടെ ഒരിക്കലും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, അതെങ്കിലും രാജിവെച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരണം. അതിനും അവർ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ അവരുടെ ചേതോവികാരം ഇതാണ്, ഞാനിപ്പോൾ മത്സരിച്ചു തോറ്റാലും എൻ്റെ ഒരു സീറ്റ്, MLA എന്നുള്ള സീറ്റ് അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ അംഗം എന്നുള്ള സീറ്റ് നഷ്ടപ്പെടുന്നില്ല. ഇവിടെ സാധാരണഗതിയിൽ ഒരു പൗരനാണ് ഏറ്റവും വിഷമമുണ്ടാകുന്നത്, ഒരു വോട്ടർക്കാണ് ഏറ്റവും വിഷമമുണ്ടാകുന്നത്. കാരണം ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി നൽകുന്ന സമ്മതിദാന അവകാശം, ആ അവകാശം യഥാർത്ഥ രീതിയിൽ നിയോഗിക്കപ്പെടുന്നുണ്ടോ? അവിടെയാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷനെ ഈ സമയത്ത് ഓർക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന 3 അംഗങ്ങളോടും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 4മതൊരു അംഗമുണ്ട്, ഇവരെ ആരെയും താല്പര്യമില്ല എന്ന് പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്താനായിട്ട്. ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ ഈ പറയുന്ന 3 പേരെയും ഈ പറയുന്ന രീതിയിൽ സമ്മതിദാന അവകാശം
നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഒരിക്കലും വിദൂരത്തല്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഏതോ ഒരു ചെറിയ വിഭാഗത്തിൽ ഒരാൾ വരുന്നു, അയാൾ ഒരു പക്ഷെ ജയിക്കുന്നു. ഏതോ ഒരു സൈഡിൽ നിന്ന് ഒരാൾ വന്ന് മത്സരിച്ച് അയാൾ ജയിക്കുന്നു. അവർ ഓൾ ഓവർ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. നോക്കൂ, പല രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് നോക്കൂ, അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ഒരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്കായിരിക്കാം, പക്ഷെ ജയിക്കുന്നത് കോൺഗ്രസ് ആണ്. ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിനായിരിക്കാം, ജയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ ജയിക്കുന്നു. ആർക്കാണോ വോട്ടിങ്ങിൽ കൂടുതൽ പ്രാതിനിധ്യം എന്ന് മനസ്സിലാക്കി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കപ്പെടുന്ന യഥാർത്ഥ രീതിയിലാണോ? അപ്പോൾ അതിനും മാനദണ്ഡങ്ങൾ വരെയാണ്. ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളിൽ നമ്മൾ തീർച്ചയായും മുന്നോട്ട് വരുന്നു. ഇവിടെ ഒരു ജേർണലിസ്റ്റായ ഒരു KO ജോണി അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ജനപ്രാതിനിധ്യ നിയമത്തില് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും മത്സരിക്കാം, മന്ത്രി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നു, ഒരു ഇലക്ഷൻ സമയത്ത് എന്തിന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കണം? അങ്ങനെ ഉന്നയിച്ചു വന്നാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് കോടതികൾ ഇടപെടില്ല. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഒരു പൊതുതാൽപര്യ ഹർജിയിലൂടെ സമീപിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഇടപെടാത്ത കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും, അത് CPM ലെഡ് ബൈ CPI ലെഡ് ബൈ ഒരു ഗവൺമെൻറ് LDF ആണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും, ഞാൻ വ്യക്തികളുടെ പേരെടുത്തു പറയാത്തത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം MP ആണ്, KC വേണുഗോപാൽ MP ആണ്, ഇവിടെ MLA ആയിട്ട് ഈ മുകേഷ് ഉണ്ട്, മന്ത്രിയായിട്ട് 5 പേരുണ്ട്, മന്ത്രിയായിട്ട് രാധാകൃഷ്ണൻ അവർകളുണ്ട്, അങ്ങനെ അതുപോലെ ടീച്ചറുണ്ട്, ടീച്ചർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷാഫി പറമ്പിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ജനത്തിന്റെ മുന്നിൽ ഒരു പൊടി വിതറിക്കൊണ്ട് ഞങ്ങൾ MLA-മാരായി ഞങ്ങൾ ജയിച്ചു കയറി, ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു താല്പര്യമില്ല, ഞങ്ങൾ MP ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവരോടാണ് താല്പര്യം. അപ്പോൾ ഈ വോട്ട് ചെയ്ത ആരാണ്? അവരെന്തിനാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്തത്? അങ്ങനെയുള്ള ഒരു സമ്മതിദായകനാണ് എൻ്റെ ഈ കക്ഷി എന്ന് പറയുന്ന KO ജോണി എന്ന പത്രപ്രവർത്തകൻ. അപ്പോൾ അദ്ദേഹം എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കോടതിയെ സമീപിക്കാം. കോടതി സമീപിച്ചപ്പോൾ കോടതി ഈ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാവാതെ കോടതി പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ സമീപിക്കേണ്ടത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രീമച്ചുറാണ്. രണ്ടാമതൊരു കാര്യം ഇനി പറയാനുള്ളത് നമുക്ക് കേന്ദ്ര സർക്കാരിനോടാണ്. ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് അതും ചെയ്യാൻ ഈ സർക്കാർ തയ്യാറാകില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തി കൊണ്ടുവന്ന ആശയങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഈ ഒരു മാധ്യമത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കേന്ദ്ര സർക്കാരിന് ഒരു പുതിയ നയമുണ്ട്, ഒരു രാജ്യം ഒരു വോട്ട്. അപ്പോൾ ഒരു രാജ്യം ഒരു വോട്ട് ആണ് വരുന്നതെങ്കിൽ ഒരേ സമയത്ത് ഒരാൾ MLA ആയിട്ട് മന്ത്രി MP ആയിട്ട് മത്സരിക്കില്ല. അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായ ആള് എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാകണം, MLA-യുമാകണം, MP-യുമാകണം എന്ന് പറഞ്ഞ് മത്സരിക്കില്ല. കാരണം ലോക്കൽ സപ്പോർട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹം സംസ്ഥാനത്ത് വരാൻ തയ്യാറാകില്ല. സംസ്ഥാനത്തിൽ സപ്പോർട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലും അദ്ദേഹം കേന്ദ്രത്തിലേക്ക് വരാൻ തയ്യാറാകില്ല. ഭരണം കിട്ടുമോ കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് അത് ഓരോ പാർട്ടിയുടെയും കാഴ്ചപ്പാടാണ്. ഇവിടെ ഞാൻ പാർട്ടികളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന പൊതു താല്പര്യത്തിലൂടെ ഈ പാർട്ടികളിലെ നേതാക്കന്മാരില്ലാതെ പോയോ? കോൺഗ്രസ് എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിക്ക് നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ ഒരു പക്ഷേ ഒന്നും ചെയ്യാത്ത, കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാത്ത MP-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നത്? അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള MP-മാരെ മത്സരിക്കാതെ
ഈ MLA-മാരെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ MLA-മാരെക്കാളും അല്ലെങ്കിൽ MP-മാരെക്കാളും എത്രയോ കാര്യങ്ങൾ ചെയ്യുന്ന നേതാക്കൾ ഈ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവരെ മത്സരിപ്പിക്കാതെ ഇത്രയും വലിയൊരു പാർട്ടി, ഇനി അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യത്തിലാണ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷനോട് എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു. തോൽക്കുമെന്ന് അറിയുന്ന ഒരു സീറ്റിൽ മത്സരിക്കാൻ ആ പാർട്ടിയുടെ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു സങ്കോചവുമില്ലാതെ അദ്ദേഹം മത്സരിക്കുന്നു. നോക്കൂ, തീർച്ചയായിട്ടും അവിടെയുള്ള വോട്ടുകളുടെ എണ്ണം, വോട്ടുകളുടെ പ്രാതിനിധ്യം, കോൺഗ്രസിനുള്ള സ്വാധീനം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് രണ്ട് പാർട്ടികളും അവിടെ മത്സരിക്കുന്നത്. ഞാൻ ജയിക്കുമെന്ന് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇത്രമാത്രം ശക്തമായ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടായിരിക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്നത്. ഇതാണ് ഒരു മത്സര വീര്യം എന്ന് പറയുന്നത്. അതുപോലെ ഓരോ നേതാക്കളും ഓരോ പാർട്ടിക്കകത്ത്, ഇടതുപക്ഷത്തിന് ഒരുപാട് നേതാക്കളുണ്ട്, അറിയപ്പെടുന്ന നേതാക്കളുണ്ട്. അവരെയെല്ലാം ഒഴിവാക്കി ഇവർ ഈ പറയുന്ന MLA-മാരെയും മന്ത്രിമാരെയും മത്സരിപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശം? ഇത് ജാതി സമവാക്യമാണോ? അറിയില്ല. ഇത് രാജ്യത്ത് ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ സാമ്പത്തിക താല്പര്യമാണോ? അറിയുന്നില്ല. പക്ഷേ ഇത് രണ്ടിനും അപ്പുറമായിട്ട് അവർക്ക് കൂടുതൽ സീറ്റ് നേടാനുള്ള ഓരോ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടണമെങ്കിൽ ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ പത്രപ്രവർത്തകൻ മറ്റൊരു കാര്യം കൂടി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിൽ മത്സരിക്കും. അതും ഞാനൊരു പ്രത്യേക പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം 2 സ്ഥലത്ത് മത്സരിച്ചതാണ്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ 2 സ്ഥാനത്ത് മത്സരിച്ചതാണ്. ഒരു ഭാഗത്ത് ജയിക്കുന്നു, ഒരു ഭാഗത്ത് തോൽക്കുന്നു. അപ്പോൾ ഇന്ന ഭാഗത്ത് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ സീറ്റിലും അതുപോലെ ജയിക്കുമെന്ന സീറ്റിലും മത്സരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജയിക്കുന്ന സീറ്റിൽ മാത്രം മത്സരിച്ചാൽ പോലെ. നമ്മൾ സാധാരണ പറയുന്ന വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. ഇവിടെ 2ാം ക്ലാസ്സും ഗുസ്തിയും വെച്ചുകൊണ്ട് ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പൊതുസമൂഹം അതിന് വിലയിരുത്തുന്നു. ഞാൻ അടുത്ത സോറി ടു സേ മുകേഷ് എന്ന് പറയുന്ന നമ്മുടെ MLA-യോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ MP ആയി എന്ന് തന്നെ വിചാരിക്കട്ടെ, നിങ്ങൾ എന്താണ് ദില്ലിയിൽ പോയിട്ട് പറയുക? നിങ്ങൾക്ക് ഹിന്ദി അറിയുമോ? ഹിന്ദി അറിയില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഭിനയിച്ച് കാണിക്കുമെന്ന്. നോക്കൂ, ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ അദ്ദേഹത്തെ പറ്റി നമ്മൾ മോശമായി പറയുകയില്ല. ഒരു പക്ഷേ ഹി മേ ബി എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ 544 അംഗങ്ങളുള്ള ഒരു സഭയിൽ ഒരു 500-ൽ പരം ആളുകൾ ഹിന്ദിയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളൊരു 44 പേര് ചേർന്നുകൊണ്ട് അവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന പല ആശയങ്ങളും അതിൻ്റെ വ്യക്തമായ രീതിയിൽ അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഇംഗ്ലീഷ് തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന പല MLA-മാരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി എങ്ങനെ അവതരിപ്പിക്കും? കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതലായിട്ട് ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് പോലും സംസാരിക്കണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നന്നായി ഹിന്ദി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹിന്ദി ഭാഷയുമായി ബന്ധമുള്ള ആളുകളെ ഈ പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു അളവുകോൽ ഇവിടെ ഉണ്ടാകേണ്ടത്. ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഏറ്റവും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു.